श्री अय्यप्पा शनीश्वर मंदिर ACCL कोरबा। സ്വാദുവായ പരമ്പക്ക് വേണമെന്ന് കാര്യങ്ങളെയും വിട്ടുപൂറപ്പിക്കാവുന്ന നടന്നരുളിയിടാനത് കണ്ട് ചീളുന്ന തടികളും തങ്ങൾക്കുള്ള ബാലഗോജാലങ്ങളും ചേർക്കണം. പല 14 ദിക്കിൽ നിന്നൊന്നായൊരുമിച്ച് കാലവൈക തുടർന്നോടിച്ചെന്നെല്ലാവരും നിലക്കാർ വന്നു തന്നോടൊന്നിച്ചു കൂടിയിടിന. 1000-ലും പരമുള്ള സംഖ്യകളിൽ നിന്ന് ആയന്മാരുടെ വൃത്തങ്ങളിൽ നിന്നെല്ലാം കാര്യങ്ങൾ കാരണമുണ്ടേരൻ അനവധി ശീലാദിഗുണങ്ങൾ ചേർന്നുള്ള ബാബയെല്ലാം ആ പാരായണം ചെയ്യുന്ന ഭാഗം ശ്രവിക്കുകയും ആ അവസരത്തിൽ വിശേഷാൽ അവതാര പൂജയും ദീപാരാധനയും തുടർന്ന് ഭഗവാനെ പ്രഹ്ലാദനാകുന്ന ഭക്തൻ സ്തുതിക്കുകയാണ് പ്രഹ്ലാദ സ്തുതിയിലൂടെ. ആ പ്രഹ്ലാദ സ്തുതി കഴിയുമ്പോഴാണ് ഭഗവാന്റെ ദേഷ്യം രൗദ്രമായ ഭാവം മാറി ഭക്തനോട് വാത്സല്യം, അനുകമ്പ, ദയ, കാരുണ്യം ഇവയൊക്കെ ഭഗവാനിൽ നിന്നും ഭക്തൻ അനുഭവിച്ചു എന്നാണ്. പ്രഹ്ലാദനെ ഭഗവാൻ മാറോട് ചേർത്തു, കവിൾത്തടങ്ങളിൽ തലോടി, നിറകയിൽ ചുംബിച്ചു, ശിരസിൽ കൈവച്ച് അനുഗ്രഹിക്കുകയാണ്. ഇതുപോലെയാണ് ഭഗവാനെ നേടുക എന്നുള്ളതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. ഭൂമിയിൽ വന്നമായ നമ്പോട് അറിവ് ചെയ്തവനായിച്ചവർ ഒന്നിച്ച് പ്രകൃതിച്ചന്മാരോട് പറയുമ്പോൾ ചെന്നവൻ മകാവിൽ എന്നോട് അങ്ങനെ ചെയ്തവൻ നമ്മൾ അവസ്ഥ ഒന്നും ചെയ്യാതുണ്ട്. വൃത്താനുമതി കേട്ട് വായിച്ചിട്ടോ ജനന്മാർ ഉത്തമന്മാരോടൊന്നും രൂപേണ പ്രതിമംബുധം സൗമ്യം സൗമ്യഗുണോപേതം തംബുധം പ്രണതോസ്മ്യഹം. ഇനി ഓം ബുധായ നമ എന്ന് എല്ലാവരും ഏറ്റുജീവിക്കുക. ഓം ബുധായ നമ, ഓം മായാവിശാരദായ നമ, ഓം ബുധായ നമ, ഓം താരാസുദായ നമ, ഓം സൗമ്യായ നമ, ഓം രോഹിണീഗർഭസംഭൂതായ നമ,
ഓം ചന്ദ്രാത്മജായ നമഃ. ഓം സോമവംശകരായ നമഃ. ഓം ശ്രുതിവിശാരദായ നമഃ. ഓം സത്യസന്ധായ നമഃ. ഓം സത്യസിന്ധവേ നമഃ. ഓം വിധിസുതായ നമഃ. ഓം വിബുധായ നമഃ. ഓം ബുധാ. അതുകൊണ്ട് തന്നെ ഇനി കുട്ടികളിലൂടെ ഭഗവാനെ ഭഗവതിയെ കാണാൻ ആ പാദങ്ങളെ തൊട്ട് പ്രണമിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ഏറ്റവും വലിയ പുണ്യം, അതാണ് എന്ന് ഭാഗവതം പറയുകയാണ്. പിന്നെ തുടർന്ന് ഭഗവാന്റെ മുമ്പിൽ നിറവറ സമർപ്പണമാണ്. അൻപല് കൊണ്ടും നാണയം കൊണ്ടും നിറവറ സമർപ്പിക്കും. അതിന് മനസ്സിൽ നന്മയുള്ള, ഭഗവാനോട് സ്നേഹമുള്ള, ഭഗവാന്റെയും ഭഗവതിയുടെയും ഒത്തുചേരൽ നടന്ന സന്തോഷം അത് നല്ല അനുഭവമായി ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഇന്ന് ഭഗവാന്റെ ഭഗവതിയുടെ മുമ്പിൽ ഒരു തിരുമുൽ കാഴ്ചയായി നിറവറ സമർപ്പണം, അതിന് നാണയം കൊണ്ട് നിറവറ സമർപ്പിക്കുന്നതിന് വലിയ പ്രാധാന്യമാണുള്ളത്. അതിന് രസീത് എഴുതിയിട്ടുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ തൊട്ടു മുന്നിലേക്ക് കടന്നു വരാം. തിരുമേനിയുടെ അടുത്ത് രസീത് കൊടുക്കുമ്പോൾ നാണയം കൊണ്ട് നിറവറ സമർപ്പിച്ച് ഭാഗ്യസൂക്ത മന്ത്രം ജപിച്ച് നാണയം പ്രസാദമായി നൽകും. അത് നമ്മുടെ ഗൃഹത്തില് അശുദ്ധി ബാധിക്കാതെ ശുദ്ധമായ സ്ഥലത്ത് ആ നാണയം, ലക്ഷ്മിയാണ് ധനം, ആ ലക്ഷ്മിയെ പ്രാർത്ഥിക്കാനും പ്രണമിക്കാനും അതിനെ സംശുദ്ധമായി സൂക്ഷിക്കാനും നമുക്ക് സാധിച്ചാൽ അത് ജീവിതത്തിലെ നല്ല നല്ല അനുഭവങ്ങൾക്ക് കാരണമാകും എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ഭക്തത്തിനും ഒരാള് പോലും ഈ നാണയം നിറവറയായി സമർപ്പിക്കും. പിന്നെ കരങ്ങളും തമ്മിൽ പിടിപെട്ട് ഭിന്നമായ ധൈര്യവും വിട്ടുറങ്ങിയിടാതെ അപ്പോൾ വരജാതികൾ നമുക്ക് ഭിന്നമായ ഭയത്തെ മറന്നിതോ. പിന്നെ പുലർന്ന സമയം ഗുരുവരങ്കരുടെ കാരുണ്യമോട് നമ്മെ തിരഞ്ഞു എത്തി പിടിച്ചു പുണർന്നതോർത്ത് കാണുക. അന്ന് ഗുരു അരുളി ചെയ്തു, നിങ്ങൾക്ക് ഇന്ന് വന്നു സമസ്ത ഗുണങ്ങളെന്നുള്ളതും നാനാഗുണകീർത്തി വിദ്യാസമസ്തതും നന്നായി പരിപൂർണമായി വരുമെന്നതും ഇത്തരം മോദേന സദ്ഗുരു നമ്മോട് ഇത്രയും ഏറ്റവും ആശിസ് നൽകിയില്ലയോ. ഓരോ വന്നു കളിച്ചതും നന്നായി